നോക്കിക്കൊള്ളൂ, ഭാരതത്തിൽ നരേന്ദ്രമോദിയെ ബഹുമാനിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം മറ്റു മതക്കാരെക്കാളും കൂടുന്ന ഒരു കാലം വരും. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഒരു കാലത്ത് മുസ്ലിം വിരുദ്ധനെന്നും ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നും കാശ്മീരിൽ മോദിയുടെ നിലപാടുകളെ വരെ കല്ലെറിഞ്ഞിരുന്നവരും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പാതയിലാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന തിരക്കിലാണ്. അതിശയിക്കേണ്ട, നല്ലതിനെയൊന്നും ലോകം പതുക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. കാശ്മീരിൽ വെള്ളിയാഴ്ച പ്രസംഗം നടക്കുന്നു. അതിനിടെ പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ച് പുരോഹിതനും വിഘടനവാദി നേതാവുമായ മിർവൈസ് ഉമർ ഫാറൂഖ്. എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. കാശ്മീരിലെ പ്രമുഖ മതനേതാവും ഹുറിയത്ത് കോൺഫറൻസ് ചെയർമാനുമായ മിർവൈസ് ഉമർ ഫാറൂഖ് ശ്രീനഗറിലെ ചരിത്രപ്രസിദ്ധമായ ജാമിയ മസ്ജിദിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ നടത്തിയ പ്രഭാഷണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രശംസ നടത്തിയത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചതും ഏറ്റവും സ്വാധീനമുള്ളതുമായ പട്ടികയിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനം എന്ന് മിർവൈസ് ഉമർ ഫാറൂഖ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അധികാരമേറ്റ ആ കാലയളവിലെ വിദേശ നയങ്ങളെയും മിർവൈസ് തന്റെ പ്രസംഗത്തിൽ അനുസ്മരിച്ചു. മോദി ആദ്യമായി അധികാരമേറ്റപ്പോൾ അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക സഹകരണത്തിനുമാണ് മുൻഗണന നൽകിയത്. അദ്ദേഹത്തിന്റെ ആ നീക്കങ്ങൾ ദക്ഷിണേഷ്യയിലുടനീളം വലിയൊരു സമാധാന പ്രതീക്ഷയാണ് നൽകിയത്. ഏറ്റവും ദീർഘകാലം രാജ്യം ഭരിക്കുന്ന നേതാവ് എന്ന നിലയിൽ പഴയ ചർച്ചകളുടെയും കൂട്ടായ്മകളുടെയും അന്തരീക്ഷം തിരികെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കും. ജമ്മു കാശ്മീരിലെയും ദക്ഷിണേഷ്യയിലെയും ശാശ്വതമായ സമാധാനത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ പ്രധാനമന്ത്രി മുൻകൈ എടുക്കണമെന്നും മിർവൈസ് ഉമർ ഫാറൂഖ് സൂചിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന അടൽ ബിഹാരി വാജ്പേയി, ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവർ കാശ്മീർ വിഷയത്തിലും പാക് നയതന്ത്രത്തിലും കാണിച്ച ആർജവം ഇപ്പോഴത്തെ കേന്ദ്ര നേതൃത്വവും ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും ചർച്ചകൾക്ക് അതിന്റേതായ മൂല്യമുണ്ടെന്നും അത് രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം കുറയ്ക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൂമിയിലെ ജനസംഖ്യയുടെ 1/4 ജീവിക്കുന്നത് ദക്ഷിണേഷ്യയിലാണ്. വലിയ സാമ്പത്തിക സാംസ്കാരിക ശേഷിയുള്ള ഈ മേഖല പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം പിന്നോട്ട് പോകുകയാണ് എന്നും അതിന് മാറ്റം വരണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിന്റെ പാത സ്വീകരിക്കണമെന്നും മിർവൈസ് ആവശ്യപ്പെട്ടു. കർബലയിലെ രക്തസാക്ഷിത്വം നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കാരത്തിനും ശക്തി പ്രയോഗത്തിനും മുകളിൽ സത്യവും സംവാദവുമാണ് വിജയിക്കുക എന്നതാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. പക്ഷെ പലർക്കും അദ്ദേഹം പാകിസ്ഥാനുമായി ചേർന്ന് പോകണം എന്ന് പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം നരേന്ദ്രമോദിയെ പ്രശംസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കരുത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ ഭരണപാടവത്തിനെ അദ്ദേഹം അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ പാകിസ്ഥാനുമായി എന്തിന് എന്ന ചോദ്യം ഈ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യ പോകണം എന്ന പരാമർശം എന്തിനാണ് നടത്തിയത് എന്ന ആ ചോദ്യം നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.